ഫ്രണ്ട്സ്, നെറ്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ്, അപ്പോൾ കിളിക്കൂടൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ കുട്ടപ്പന്മാരിങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്താ തുറക്കാത്തതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് കിളിക്കൂടൊക്കെ ഒന്ന് തുറന്നിട്ട് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇവന്മാരിങ്ങനെ നോക്കുവാണ്, രാവിലെ ഒന്നും കഴിക്കാൻ കൊടുത്തില്ലല്ലോ. അപ്പോൾ നമുക്കൊരു ആപ്പിളിൻ്റെ കഷ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവന്മാർക്ക് കഴിക്കാൻ കൊടുക്കാം. നമ്മളൊരു ആപ്പിളിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് ഈ പൈനാപ്പിൾ കുഞ്ഞൂറിൻ്റെ ബ്രീഡിനൊക്കെ കൊടുക്കാനായിട്ട്. ഇവന്മാർ നോക്കുകയാണ് എൻ്റെ കയ്യിൽ തരുമോ ഇല്ലയോ. അപ്പോൾ നമുക്ക് അവന്മാർ കയ്യിൽ വന്ന് കഴിക്കാറായിട്ടില്ല. അപ്പോൾ നമുക്ക് അത് കൂട്ടിലിട്ട് കൊടുക്കാം. നമ്മുടെ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് മാവ്, തെങ്ങ്, പ്ലാവ് എല്ലാത്തിനും വെള്ളം ഒഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഓർഡറാണ്, അപ്പോൾ നമ്മളത് ചെയ്തേ പറ്റും. അപ്പം നമുക്ക് നേരെ പോയിട്ട് ഓസൊക്കെ എടുത്തിട്ട് നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുന്നത് നല്ല വരിക്കച്ചക്കയുടെ പ്ലാവിനാണ്. നല്ല ചുമന്നിരിക്കുമെന്നാണ് പറഞ്ഞത്. വരിക്കച്ചക്ക 3 വർഷത്തിനുള്ളിൽ വരിക്കച്ചക്ക കായ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് കുറച്ചുകൂടെ അത് പഴുക്കാനുണ്ട്. പിന്നെ നമുക്കുള്ളത് തെങ്ങാണ്. തെങ്ങിനത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം 3 വർഷമാണ് ഇതിലും പറഞ്ഞേക്കുന്നത്. ഈ കാണുന്നതാണ് മൽഗോവ മാവ്. മൽഗോവയുടെ നല്ല മാമ്പഴം പിടിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് 3 വർഷമാണ് പറയുന്നത്. നമുക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. നല്ല വളം ഇട്ട് കൊടുക്കണം. പിന്നെ വെള്ളം ഒഴിക്കാനുള്ളത് ഈ കാണുന്ന ചെടിച്ചട്ടികളിലാണ്. അമ്മയുടെ കുറേ ചെടികളുണ്ട്. അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും കുറേ കടലാസ് ചെടികളുണ്ട്, അല്ലാതെ കുറച്ച് ചെടികളുണ്ട്. അപ്പോൾ അതിനെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്കുള്ളതൊരു ഗപ്പിക്കുളമാണ്. ചെറിയ എല്ലാം മിക്സഡ് ഗപ്പിയാണ്. ഗോൾഡൻ ഗപ്പികളുണ്ട്, അല്ലാതെ ഗപ്പികളുണ്ട്, എല്ലാം മിക്സഡാണ്. അപ്പം നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം കുറവാണ്. കുറേ ദിവസമായിട്ട് ഞാൻ ഇതിനകത്ത് തിരിഞ്ഞ് നോക്കാറില്ലായിരുന്നു. ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കോരി നമുക്കത് നിറച്ച്. നമ്മളോട് കുറച്ച് പേര് സൺകുനിയൂറിനും പൈനാപ്പിൾ കുനിയൂറിനൊക്കെ എന്താണ് ഫുഡ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കോരിയിട്ടുണ്ട്. നമ്മൾ വെള്ളം കലങ്ങാതെ ഇതേപോലെ പെതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മളിനി പുതിയതായിട്ടൊരു ഏവിയറി പണിയാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക എന്തൊക്കെ കിളികളെയാണ് നമ്മൾ ഏവിയറിൽ വാങ്ങിയിടേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെയും കാണാം.